2017 ആരംഭിച്ച ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP. വള്ളിയകുന്ന് ആശുപത്രിയുടെ വികസനം, ബസ് സ്റ്റാൻഡിന്റെ വികസനം, ഏറ്റവും ഒടുവിൽ ഗതാഗത പരിഷ്കരണം. 2 തവണ ഗതാഗത പരിഷ്കരണ കമ്മിറ്റി യോഗം ചേർന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ആറ്റിങ്ങൽ നടപ്പാക്കാതെ പോയത്? ആറ്റിങ്ങലിലെ പ്രമുഖയായിട്ടുള്ള CPM-ന്റെ നേതാവ് ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാർക്കും അതേ സംബന്ധിച്ച് പലതും കിട്ടിയിട്ടുണ്ടെന്ന് വാർത്തയാണ്. വരും നാളുകളിൽ ഇതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടും. അപ്പോ ഇത്തരത്തിൽ കൈക്കൂലിയും അഴിമതിയും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ആറ്റിങ്ങൽ മേഖലയിൽ CPM-ന്റെ നേതൃത്വം അഴിഞ്ഞാടുകയാണ്. ജനുവരി മാസം 18-ാം തീയതി 2024 ജനുവരി മാസം 18-ാം തീയതി അവര് സ്ഥല പരിശോധന നടത്തി. അതായത് ടൗൺ ഹാള് അവർ പരിശോധിച്ചു. അവരവിടെ പോയി നോക്കി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 18/1/2024 നടത്തിയ സ്ഥല പരിശോധനയിൽ ടൗൺ ഹാൾ പരിസരവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടവും പരിപാലനം ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടു. അതായത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതി. അപ്പൊ എന്തുമാത്രം വലിയ തട്ടിപ്പാണ്, വഞ്ചനയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് നഗരസഭാ ഭരണ നേതൃത്വം CPM-ന്റെ നേതൃത്വം കാട്ടിയതെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടിന് ഇവർ കൊടുത്ത മറുപടിയാണ്. അത് തൊട്ടടുത്ത വരികളിൽ പറയുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തിയാക്കണം എന്ന് ഓഡിറ്റ് വകുപ്പ് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് 2025 മാർച്ച് 31 മുന്നേ ഞങ്ങൾ പൂർത്തിയാക്കും. അതിനുവേണ്ടി 3,75,00,000 രൂപ വകയിരുത്തി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. 2025 ഞങ്ങൾ പൂർത്തിയാക്കും. 3,75,00,000 രൂപ ഞങ്ങൾ വകയിരുത്തി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. എവിടെ പദ്ധതി? എവിടെ വകയിരുത്തി? എവിടെ ചെയ്ത്? വീണ്ടും സഹകരണ ബാങ്കിൽ ഇനി വായ്പ എടുക്കാൻ പോവുകയാണ്. 3,75,00,000 ഇനി വായ്പ എടുക്കാൻ പോവാ. നഗരസഭയുടെ ഭരണകാലാവധി കഴിയാൻ നേരമായി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാള് ഈ പണം ചെലവഴിച്ചത്? 2017 ആറ്റിങ്ങൽ നഗരസഭയുടെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്ന ടൗൺ ഹാളിൽ നിന്നുള്ള വരുമാനം നിലച്ചത്. 2017-18 സാമ്പത്തിക വർഷം ടൗൺ ഹാൾ കെട്ടിടത്തിന്റെ നവീകരണത്തിനായി പദ്ധതി രൂപീകരിക്കുകയും നഗരസഭാ എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായി 2018-19 വർഷം മുതൽ ഘട്ടം ഘട്ടമായി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ഇതിന്റെ പണികൾ ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹകരണ ബാങ്ക് വായ്പാ ഇനത്തിൽ ചെലവഴിച്ച തുകയ്ക്ക് നഗരസഭ ഓരോ മാസവും പലിശയും മുതലും സഹകരണ ബാങ്കിൽ ഒടുക്കി വരുന്നതായും BJP ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന ടൗൺ ഹാളിൽ നിന്നുള്ള വാടക ഇല്ലാതായത് കാരണം വരുമാനം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണിപ്പോൾ. അതോടൊപ്പം സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ട തുകയും നഗരസഭയുടെ അധിക ബാധ്യതയായി നിലനിന്നു വരുന്നു. ഫണ്ടിന്റെ ലഭ്യതക്കുറവും കോവിഡ് മഹാമാരിയും കാരണമാണ് യഥാസമയം പണികൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെന്ന് ഓഡിറ്റ് അന്വേഷണത്തിൽ മറുപടിയായി നഗരസഭാ അധികൃതർ വിശദീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കേരളത്തിലെ അഴിമതിയുടെ എങ്ങനെ ഇത്രയും ഒരു പ്ലാൻ ചെയ്ത ഒരു സാധനം തട്ടിയെടുക്കാമെന്നുള്ള ഏറ്റവും വലിയൊരു അഴിമതിയുടെ സ്മാരകമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ടൗൺ ഹാൾ നിൽക്കുന്നത്. പ്രേതാലയം പോലെ കിടക്കുകയാണ്. ജനങ്ങളോടുള്ള വഞ്ചനയാണ്, വെല്ലുവിളിയാണ്. പാവപ്പെട്ടവന്റെ പണമാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ അഴിമതിക്കെതിരായിട്ട് ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നിയമപരമായി പോകാനുള്ള സാധ്യത ഞങ്ങൾ നോക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടും. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP ആറ്റിങ്ങൽ മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry, Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.